പഠന പരമ്പരയിലാണല്ലോ. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു. 5-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ 1-2 കാര്യങ്ങൾ ചിന്തിച്ചു. 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിച്ച് തുടങ്ങിയത്. കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പഠിപ്പിച്ചതിന് ശേഷം, പങ്കുവച്ചതിന് ശേഷം, ഈ നീതീകരണത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ്, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഈ 5-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം വായിച്ചു തുടങ്ങുന്നത്. അതില് 1-2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. 1-ാം വാക്യത്തിൽ നാം കണ്ടു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. ഇതാണ് ഒന്നാമത് രക്ഷിക്കപ്പെടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം. ദൈവവുമായിട്ട് ബന്ധത്തിലില്ലാതിരുന്ന നാം, ദൈവവുമായിട്ട് സമാധാനത്തിലല്ലാതിരുന്ന നാം, ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലായിരുന്ന നാം, തന്റെ പുത്രനിലൂടെ നമുക്ക് തന്റെ ദേഹമെന്ന തിരശീല കീറി ഒരുക്കിയ പുതുവഴിയിലൂടെ അത് വിശ്വസിച്ചേറ്റെടുത്ത് കൃപയാൽ നമുക്ക് ലഭിച്ച ആ രക്ഷയിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഫലം ദൈവത്തോടെ സമാധാനം. രണ്ടാമത് 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. സമാധാനം മാത്രമല്ല, പണ്ട് കൃപയുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ യഹൂദനോ ജാതിക്കോ കഴിയാതിരുന്ന സമയത്ത്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു അല്ലെ, ആ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ദൈവാലയത്തിന്റെ തിരശീല നടുവെ ചീന്തിപ്പോയി. ദൈവം ആ കൃപാസനത്തിന്റെ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനും അവിടെ അവിടെ തുടരുവാനുമുള്ള കൃപ ലഭിച്ചവരാ നമ്മൾ. അത് നീതീകരിക്കും. ദൈവമക്കൾക്ക് അതിനുള്ള പ്രാഗൽഭ്യമുള്ളത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള പ്രാഗൽഭ്യമാണ്. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങളാ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇവിടെ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറയുമ്പോൾ, അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പോസ്തലൻ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കൽവരി രക്തത്താൽ എന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ നീക്കി, എന്നെ കഴുകി ശുദ്ധനാക്കി, എന്നെ വിശുദ്ധനാക്കി, എന്നെ ശുദ്ധിയുള്ളവനാക്കി, എന്റെ പാപങ്ങളെ മായിച്ച് God has made us all holy. അതെന്റെ കഴിഞ്ഞ കാല അനുഭവമാണ്. ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറയുമ്പോൾ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം കഴുകി മാറ്റി. കാരണം പാപത്തെ കഴുകി മാറുമ്പോഴാണല്ലോ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനും ആ ഊഷ്മളമായ ബന്ധത്തിലേക്കും കടന്നു വരുവാനും. അത് നീതീകരിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. വർത്തമാന കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും, ഇപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം കഴുകി, ഇപ്പോൾ വർത്തമാന കാലത്ത് പ്രസന്റ് ജീവിതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാനും, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അടുത്തിലേക്ക് കടന്നു ചെല്ലുവാനും, അവിടെ തുടരുവാനും, അവിടുത്തെ സന്നിധിയിൽ വസിക്കുവാനുമുള്ള കൃപ ലഭിച്ചിരിക്കുക. ആ വർത്തമാന കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. എന്നാല് 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കിക്കേ. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇത് നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു അഷ്വറൻസ് ആണ്. ഈ ഒരു വാക്യം മാത്രം ഇന്ന് സംസാരിക്കാൻ നമുക്ക് സമയമുള്ളൂ. ദൈവ തേജസ്സിന്റെ പ്രത്യാശ, അത് നമ്മുടെ
വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് പറയുകയാണ്. NIV-യിൽ നാം വായിക്കുന്നത് വി റിജോയ്സ്, വി എക്സോൾട്ട്, വി ബോസ്റ്റ്. ഞാൻ പ്രശംസിക്കുന്നു. വി റിജോയ്സ്, വെളിപ്പെടുവാനുള്ള ദൈവ തേജസ്സിന്റെ ആ പ്രത്യാശയിൽ. 3-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നാം വായിച്ചത് എനിക്ക് പ്രശംസിക്കുവാൻ എന്റെ പ്രശംസ എവിടെ പോയി അങ്ങനെയല്ലേ 3:27 നാം വായിക്കുന്നത്. ആകയാൽ പ്രശംസ എവിടെ, അത് പോയി. എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലായിരുന്നു. കാൽവരി രക്തത്താൽ കഴുകുന്നത് വരെ ഞാൻ എത്ര പ്രവർത്തിച്ചിട്ടും എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. പക്ഷെ ദൈവം തന്റെ കൃപയിൽ ഒരുവനെ നീതീകരിക്കുമ്പോൾ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് പ്രശംസിപ്പാനുണ്ട്. എന്താ? വെളിപ്പെടുവാനുള്ള തേജസ്. ഹല്ലേലൂയ. വെളിപ്പെടുവാനുള്ള തേജസ്. മുൻപ് ഞാൻ കുറ്റക്കാരനും ദൈവ തേജസ് ഇല്ലാത്തവനും ആയിരുന്നു. എനിക്ക് പ്രശംസിപ്പാനായിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പ്രശംസിപ്പാനുണ്ട്. എനിക്ക് ഒരു തേജസ് എനിക്ക് വെളിപ്പെടുവാനുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്, ഞാൻ പോയി നിങ്ങളെ അവിടെ ചേർക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയാ അല്ലെ? ഹല്ലേലൂയ. നമുക്ക് അതൊന്ന് അല്പം ഒന്ന് വ്യക്തമായിട്ടൊന്ന് ചിന്തിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മൾ മറ്റൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ പ്രത്യാശയിൽ നമ്മളൊന്ന് ഉറച്ചിട്ട് ഇന്ന് ഇവിടുന്ന് പോകാവുള്ളൂ. ആ പ്രത്യാശ നമ്മുടെ ഉള്ളങ്ങളിലോട്ടൊന്ന് കയറണം. ഇവിടെ 5-ന്റെ 2-ാം ക്ലോസിൽ നാം വായിക്കും, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കും. പ്രത്യാശ എന്ന് ഇംഗ്ലീഷിലെ വാക്കിന്റെ അർത്ഥം ഹോപ്പ് അല്ലേ? ഹോപ്പ്. ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം ഐ ഹോപ്പ് സോ. ഐ ഹോപ്പ് സോ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അതിനൊരു സെർട്ടനിറ്റി ഒന്നുമില്ല. സംഭവിക്കാം. ഹോപ്പ് സോ എന്ന് വെച്ചാൽ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷെ പ്രിയ ദൈവമക്കളെ, ദൈവ തേജസ്സിന്റെ പ്രത്യാശ അങ്ങനെയല്ല. തേജസ്സിന്റെ പ്രത്യാശ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മൾ ഈ കഴിഞ്ഞ അധ്യായം 4-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ കാര്യത്തെക്കുറിച്ച്, അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചല്ലേ നാം പഠിച്ചത്. ദൈവം അബ്രഹാമിനൊരു പ്രോമിസ് കൊടുത്തു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാമിന് ദൈവം ആരെന്ന് മനസ്സിലായി. അബ്രഹാമിന് മനസ്സിലായ ദൈവം ആരാന്നറിയാമോ? ഞാൻ നിങ്ങളെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനും ഇല്ലാത്തവനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാല് താൻ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിവുള്ളവനാ ഞാൻ വിശ്വസിക്കുന്ന ദൈവം. താൻ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. രണ്ടാമത്, താൻ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിവുള്ളവൻ മാത്രമല്ല, അത് ചെയ്യുക തന്നെ ചെയ്യും. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. അതുകൊണ്ട് അബ്രഹാമിന്റെ ലൈഫില് ഗ്രൗണ്ട് റിയാലിറ്റിയില് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ അതിനായി ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ വിശ്വാസം എന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? എന്റെ വിശ്വാസത്തിന്റെ ദൃഢത എന്റെ സാഹചര്യങ്ങളുടെ ബേസിലാണ് പലപ്പോഴും. പക്ഷെ അബ്രഹാമിന്റെ ലൈഫ് നോക്കിയേ, ദർ ഇസ് നോ ഹോപ്പ്. ആശയ്ക്ക് വിപരീതമായിട്ട് ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ ലൈഫിൽ നോ ഹോപ്പ്. ബട്ട് എന്റെ ജീവിതത്തിൽ ഒരു ഹോപ്പും, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എത്ര പെയിൻഫുൾ ആയാലും ദൈവം ചെയ്യാൻ കഴിവുള്ളവനാണ്. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. ഹല്ലേലൂയ. അത് ചെയ്യുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനുമാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തനം 25:3 നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ദൈവം നമ്മെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനായി കാത്തിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കും.
ഹല്ലേലൂയ. തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. ഈ ദൈവ തേജസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇവിടെ വചനം പഠിപ്പിക്കുന്ന ദൈവ തേജസ് എന്നുള്ളത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം എന്നുള്ള ദൈവ തേജസ് അല്ല. അത് തീർച്ചയായിട്ടും ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ദൈവം നമ്മളെക്കുറിച്ച് നമ്മുടെ ആത്മാവിന്റെ രൂപാന്തരം നടന്ന് നമ്മളെക്കുറിച്ച്, ദൈവ മക്കളാക്കിയ നമ്മളെക്കുറിച്ച് ഇനി ഒരു ശരീരത്തിന്റെ ഒരു രൂപാന്തരം ഉണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനെ കാത്ത്, ആ തേജസ്സിനായി കാത്ത്, അതിനായി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാത്തിരിപ്പിലാണോ? എന്താ നമ്മൾ കാത്തിരിക്കുന്നത്? വെളിപ്പെടുവാനുള്ള തേജസ്. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്ന് പറയും. അതിനൊരു സംശയമില്ല പ്രിയരെ. ഹല്ലേലൂയ, അതിനൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്ന നങ്കൂരം. ഹല്ലേലൂയ. എന്താ നമ്മുടെ നങ്കൂരം? വാട്ട് ഷുഡ് ബി അവർ ആങ്കർ? നമ്മുടെ നങ്കൂരം ആ പ്രത്യാശയായിരിക്കുന്നു. ഈ പ്രത്യാശയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് നങ്കൂരമായാലും പ്രിയരെ ഒലയും, നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. വേറൊന്നിനാലും നമുക്ക്, കാരണം ലോകം നിങ്ങളൊന്ന് നോക്കിക്കേ, ഇപ്പോൾ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടാകാവൂ, ക്രിസ്തു, ആ പ്രത്യാശ. അത് നങ്കൂരമല്ലാതെ വേറെ എന്ത് നങ്കൂരമായാലും ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ റിമെയിൻ ഫോർ എ ലോങ് ടൈം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം ഓർത്താൻ, അതാണ് നമ്മുടെ നങ്കൂരം, ദാറ്റ് ഈസ് അവർ ആങ്കർ. ആ പ്രത്യാശ, അത് മാത്രമേ സമാധാനം നമുക്ക് തരികയുള്ളൂ. നമുക്ക് സമാധാനിക്കാനും ആശ്വസിപ്പാനും അതാണ് നമുക്കുള്ള വക. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളങ്ങളിലോട്ടൊന്ന് കയറണം എന്റെ പ്രിയരെ. നമുക്കുള്ള സകലതും, ഇതിലൊന്നും നമുക്ക് പ്രത്യാശ വെപ്പാനോ നമ്മുടെ തലമുറകളിലോ അല്ലെങ്കിൽ നമുക്കുള്ള സ്വത്തിലോ നമുക്കുള്ള ബാങ്ക് ബാലൻസിലോ നമുക്കുള്ള വിദ്യാഭ്യാസത്തിലോ ജോലി, ഇതൊന്നിനും ഒരു സ്ഥിരതയില്ല. പക്ഷെ ഒന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, തേജസ്സിൽ. നിന്റെ പ്രത്യാശയാവുന്ന വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്, അത് ഉറപ്പാ. കാരണം അബ്രഹാമിന്റെ വിശ്വാസം, ദൈവം പറഞ്ഞത് ചെയ്യാൻ കഴിവുള്ളവനും അത് ചെയ്യാൻ വിശ്വസ്തനുമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന, ഞാൻ പലപ്പോഴും പറയാറുള്ളതാ, എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹൃദയം കലങ്ങിയിരിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, കാര്യങ്ങളെല്ലാം ശരിയാവും, ഡോണ്ട് വറി എന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോ വായിച്ച ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സോ ഡോണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കാരണം എന്താ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കണ്ടിന്യൂസ്. ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതും പിന്നെയും അവൻ നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും. മതി. ഹല്ലേലൂയ. അതാ ഒരു ദൈവഭക്തന് അല്ലെങ്കിൽ ഒരു വീണ്ടും ജനിച്ച ദൈവമകന്റെ, അവൻ ഈ ലോകത്തിലെ ഒന്നിനും ഐ ഡോണ്ട് തിങ്ക് ക്രിസ്തുവിലുള്ള സന്തോഷവും ആനന്ദവും എക്സ്പീരിയൻസ് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ള ഒരു, നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. മറ്റൊന്നിനും ഒരു, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദർ ഇസ് നത്തിങ്, എന്തോ ഒരു എംപ്റ്റിനെസ് ആ ക്രിസ്തുവിലുള്ള ആ സ്നേഹവും ആനന്ദവും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തിക്ക്. കർത്താവിന്റെ ആ സ്നേഹവും ആനന്ദവും ഒക്കെ അത് ഫുൾഫില്ലിംഗ് ആ, അത് ഭയങ്കരമായിട്ട് നിറയ്ക്കുന്നതാ. അത് നമുക്കൊരു സംതൃപ്തിയും സമാധാനവും സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാ. ഹല്ലേലൂയ.
അതാ ഈ ലോകത്തിൽ ഒന്നും നമുക്ക് സമാധാനം തരാം. അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ളത് വിശുദ്ധന്മാർ പറഞ്ഞു ഇതൊക്കെ ചപ്പും ചവറാന്ന് പറയാൻ കാരണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിനെ അനുഭവിച്ചവരാണ് അവർ. നമ്മൾ ഈ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് ഈ താൽക്കാലികമായ അനുഭവമൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ കരുതുന്നത്. ആ നിലയിലേക്ക് കടന്നു വരണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇബ്രായ ലേഖന കർത്താക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകാൻ നിങ്ങൾ കടന്നു പോന്നിരിക്കുന്ന കൃപ എത്ര വലിയ ശ്രേഷ്ഠമാ, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാ, ഈ അനുഭവം നിങ്ങൾക്കുള്ളവരല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാ തിരിച്ചു പോകുന്നത്? ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അതുകൊണ്ട് ദൈവമക്കളുടെ ഞാൻ ശരിക്കും ആ സിയോൻ യാത്രയിലാണോ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു അളവ് തോതാ. എന്റെ സന്തോഷം എന്ത് ക്രിസ്തുവിലാണോ? നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ നമ്മളെ തളർന്നു പോകുന്ന സമയത്ത് ആ പ്രത്യാശ ആശ്വാസം തരുന്നുണ്ട്. എന്റെ കർത്താവ് വരും, ദൈവം മക്കളെ ചേർക്കും. അത് ആശ്വാസം തരുന്നുണ്ടോ? എന്റെ പ്രിയരെ, ആ നിലയിൽ ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനായിട്ട് എണ്ണപ്പെട്ടവരാണ്. അത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന ആശ്വാസമല്ല, അത് ജീവനായിട്ട് അകത്തുണ്ടാകുന്ന ഒരു ആശ്വാസമാണ്. ഇത് പോസിറ്റീവ് തിങ്കിങ് ഒന്നുമല്ല പ്രിയരെ, ഇതാണ് വചനം ജീവനായിട്ട് ആഹാരമായിട്ട് നമ്മുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ആശ്വാസം നമുക്ക് അനുഭവിക്കാനായിട്ട് പൗലോസേ, അങ്ങേക്ക് എങ്ങനെ എത്ര ഉറപ്പോടെ പറയാൻ പറ്റും? ഹല്ലേലൂയ. എത്ര ഉറപ്പോടെ ഈ ദൈവദാസനെ എത്ര ഉറപ്പോടെ പ്രത്യാശിക്കാനും അത് നടക്കുമെന്ന് പറയാനായിട്ട് അങ്ങേക്ക് എങ്ങനെ സാധിക്കും? ഹല്ലേലൂയ. ഈ ദൈവ തേജസ് ഇവിടെ ഈ ഭൂമിയിലും ഇനി സ്വർഗത്തിലും വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടാനുള്ളതാണ്. ഇവിടെ ഈ ഭൂമിയിലും ഈ ദൈവ തേജസ്സിനെ കാണാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദാവീദ് കണ്ടതുകൊണ്ടാ പറഞ്ഞത് 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ദാവീദ് കണ്ടത് ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. വായിച്ചോളൂ സിസ്റ്റർ, ഒന്ന് രണ്ട് വാക്യം. മതി സിസ്റ്ററെ. ഹല്ലേലൂയ. അത് ആ ഭാഗം ഒന്ന് 19-ാം സങ്കീർത്തനം വായിച്ചോളൂ. അത് ദാവീദ് അനുഭവിച്ചു. ദാവീദ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ തേജസ് കണ്ടു. ഇന്ന് രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട നമുക്കും ആ തേജസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അത് ഈ ഭൂമിയിൽ കണ്ടതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഇതിന്റെ ആ ഫുൾനെസ്സിൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട്, ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കാണും. അങ്ങനെ പാട്ടില്ലേ, സ്വന്തം കണ്ണുകൊണ്ട് നമ്മൾ കാണും. ആ ഒരു സമയത്തിനായി കാത്തിരിക്കുക. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചാല്, യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം, ഒരുത്തനോടൊരുത്തൻ സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ദിനം പ്രതി നമ്മൾ ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ കാണുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കിയാൽ, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു സിസ്റ്റം തന്നെ നോക്കിയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും സൃഷ്ടിയിലും സകലത്തിലും ദൈവത്തിന്റെ മഹത്വത്തെ ദർശിപ്പാനായിട്ട് ഒരു വീണ്ടും ജനിച്ച ദൈവമക്കന് അല്ലെങ്കിൽ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവം അതിന് സാധിക്കും. നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തില് ഭൂമിയില് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഹല്ലേലൂയ. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഞാൻ ഈ ഭാഗം
ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഏതോ ഒരു ദൈവദാസന് ഏതോ ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്തോ ഒരു ആർഗ്യുമെന്റിനകത്ത് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ചില ഡിനോമിനേഷൻസ് കർത്താവിന്റെ യേശുവിന്റെ പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സാധിക്കുമല്ലോ. അപ്പൊ അച്ഛൻ അതിന് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടവരാ, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം എങ്ങനെ ഇരിക്കുക എന്നുള്ളത്. തേജസ് എന്താന്ന് ഒരു പക്ഷെ അച്ഛന് മനസ്സിലായി കാണത്തില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ തേജസ് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ പടം വരയ്ക്കും, ഞങ്ങൾ വരച്ചതിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഈ ഭാഗം ഞാനത് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്റെ പ്രിയരെ, ഇവര് പറയുക ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. യോഹന്നാൻ പറയുക വചനം ജഡമായി തീർന്ന, ഹല്ലേലൂയ, മനുഷ്യ വേഷത്തിൽ വരുന്ന ദൈവപുത്രന്റെ തേജസ് ഞങ്ങൾ കണ്ടു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 12-ന്റെ-23 വാക്യത്തിൽ നാം വായിക്കുന്നത് 1-2 വാക്യങ്ങൾ നിങ്ങൾക്ക് ഞാനത് കുറച്ചധികം വാക്യങ്ങൾ ഞാൻ പറയാം. ഇത് എവിടെയാ ഈ തേജസ്, ഈ വെളിപ്പെടുവാനുള്ള തേജസ്, മനുഷ്യപുത്രന്മാരുടെ തേജസ്, ആ ശരീരത്തിന്റെ രൂപാന്തരം, ഇതൊക്കെ സത്യമാ. ഇതിങ്ങനെ തന്നെയായതോ? ഇതിനകത്ത് ഒരു മാറ്റവുമില്ല. ഇതിന് ലെവലേശം അല്പം പോലും നമ്മൾ ശങ്കിക്കേണ്ട എന്നൊന്ന് മനസ്സിലോട്ട് കയറാനായിട്ട് അനേക സ്ഥലങ്ങളിൽ ഇതിന്റെ റെഫറൻസ് ഉണ്ട്. ചുരുക്കം 1-2 റെഫറൻസുകൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. 12-ന്റെ-23 യോഹന്നാന്റെ സുവിശേഷം 12-23 വായിക്കുമ്പോൾ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്ന് ക്രൂശീകരണത്തോടനുബന്ധിച്ച് പറയുകയാണ്. താൻ ക്രൂശിലേക്ക് കടന്നു കയറുവാൻ പോവുക. അത് തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇത് സംസാരിച്ചിട്ട് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അത് മാത്രമല്ല കേട്ടോ, ഇനി ഈ കർത്താവ് തന്റെ തേജസ്സിൽ വരും. മർക്കോസിന്റെ അതിനെ കുറിച്ച് 1-2 മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം, മർക്കോസ് 13-ന്റെ, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവേൻ. പറഞ്ഞോ, വായിച്ചോളൂ. എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തിൽ നക്ഷത്രം വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തി ഇളകിപ്പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത്. എന്റെ പ്രിയരെ, പഴയ നിയമ വിശുദ്ധന്മാര്, പഴയ നിയമ പ്രവാചകന്മാര്, യെശയ്യാവും യെരമിയാവും യെഹെസ്കേലും മറ്റ് പ്രവാചകന്മാര് പ്രവചിച്ച കാര്യങ്ങൾ നടന്നില്ലേ? അങ്ങനെയെങ്കിൽ സാക്ഷാൽ ദൈവപുത്രൻ പറയുകയാ, ഞാൻ മടങ്ങി വരും. മനുഷ്യൻ, ദൈവത്തിന്റെ നാവായിട്ടിരുന്ന മനുഷ്യൻ പ്രവചിച്ചത് നടന്നില്ലേ? കർത്താവ് സാക്ഷാൽ ദൈവപുത്രൻ തന്നെ ഞാൻ മടങ്ങി വരും. അതിനെന്താ ഈ ഒരു സംശയം എന്റെ പ്രിയരെ? കർത്താവ് തേജസ്സിൽ മടങ്ങി വരും. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-12 വായിച്ചാൽ, തീത്തോസ് 2-12. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നതാണ്. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 3-2 വായിച്ചാൽ, 1 ജോൺ 3-2. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആയില്ല. നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതുകൊണ്ട് നാം എങ്ങനെയാവും? നാം അവനോട് സദൃശ്യന്മാരാകും. എന്റെ പ്രിയരെ, നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കേറിക്ക്. നമ്മൾ അവന് പുത്രന് സമന്മാരായിട്ട് മാറും, പുത്രന് അനുരൂപന്മാരായിട്ട് മാറും. ഹല്ലേലൂയ. അവൻ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണേണ്ടതിന്. ഹല്ലേലൂയ.
ദൈവം തന്ന വാഗ്ദത്തമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കൊലോസി ലേഖനം നമുക്കറിയാം, മറുരൂപമലയില് ദൈവത്തിന്റെ തേജസ്, ക്രിസ്തുവിന്റെ തേജസ് കണ്ട അപ്പസ്തലന്മാർക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ അവര് കാണുന്നൊരു സമയമുണ്ടല്ലേ. ഹല്ലേലൂയ, താൻ ഇരിക്കുന്നത് പോലെ കാണുന്നൊരു സമയം. എന്റെ പ്രിയരെ, ആ ഒരു വിളി ആവട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ കണ്ട ചപ്പിന്റെയും ചവറിന്റെയും പേരില് ഇത്ര വലിയ ഭാഗ്യത്തെ നഷ്ടമാക്കി കളയും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അഹമ്മദാബാദില് ആ ഫ്ലൈറ്റ് കയറിയവർക്ക് 1 മിനിറ്റ് തേക്കാൻ പറ്റിയില്ല. വിതിൻ 30 seconds ബോണ്ട്. എല്ലാവരും, നമ്മൾ പല വീഡിയോസ് കണ്ടല്ലോ, വളരെ സന്തോഷത്തോടെ നമുക്ക് UK വെച്ച് കാണാം, നാട്ടിൽ വരുമ്പോ തിരിച്ച് കാണാം. എന്ത് പ്രത്യാശ, എന്ത് പ്രതീക്ഷയോടെ അവർ പോയത്. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ ലൈഫ്. ദിസ് ഈസ് വാട്ട് ലൈഫ്. നിങ്ങൾ അവരുടെ കാര്യം ചിന്തിക്കുക. ആ 290 പേര്, അതിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എന്റെ പ്രിയരെ, അവർക്ക് ഇനി ഒരു ചാൻസ് ഉണ്ടോ? അവര് നിത്യ നരകത്തിലേക്ക്. എന്റെ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന, ആരും നിത്യ നരകത്തിലേക്ക് പോകരുത്, എല്ലാവരും ദൈവസന്നിധിയിൽ കാണണമെന്ന്. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നത്, രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ അവനെ കാത്തിരിക്കുന്നില്ല, നിങ്ങൾ അവനെ കാത്തിരിക്കുന്നില്ല എങ്കിൽ എത്തത്തില്ല. ഹല്ലേലൂയ. ആ നിലയിലുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ക്രമപ്പെടുത്തണം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസി ലേഖനത്തിലേക്ക് വന്നാൽ, കൊലോസി ലേഖനം, ഞാൻ എല്ലായിടത്തും നിന്ന് റെഫറൻസ് പറയുന്നത്, എല്ലാ ലേഖനങ്ങളിലും അപ്പോസ്തലൻ ഒന്നൊന്നായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രത്യാശയെ കുറിച്ച്. കൊലോസി ലേഖനം 3:4 നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്റെ പ്രിയരെ, അങ്ങനെ ഒരു സമയമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സമയത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തെസ്സലോനിക്ക ലേഖനം 1:9 വായിച്ചാൽ, 2 തെസ്സലോനിയൻസ് 1:9, ആ നാളിൽ ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, കർത്താവ് വീണ്ടെടുക്കപ്പെട്ട നമ്മള് അന്ന് അവിടുത്തെ വിശുദ്ധന്മാരല്ലേ, ആ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുന്ന. ഹല്ലേലൂയ. അത്ര ശ്രേഷ്ഠകരമായ ഒരു സംഭവം, എന്ത് കാര്യമാണ്. ഹല്ലേലൂയ. 1-2 ഭാഗം കൂടെ ഞാനൊന്ന് പറയട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1 കൊരിന്ത്യൻസ് 11:7. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും. ദൈവമേ, പ്രിയരെ, നമ്മളെ ആ നിലയിലാ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. തന്റെ തേജസ്സിന്റെ പ്രതിമയും പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതില്ല. ഹല്ലേലൂയ. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതല്ല, റോമാലേഖനം 8:17 വാക്യത്തില്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ. എന്റെ പ്രിയരെ, സോ ഇറ്റ് ഈസ് സോ ഷുവർ. ഈ പ്രത്യാശ ഐ ഹോപ്പ് സോ എന്നല്ല. ജാതികൾ പറയും ഹി ഈസ് നോ മോർ. വചനം പറയുന്നത് ചുമ്മാ അങ്ങോട്ട് ഹി ഈസ് നോ മോർ ഒന്നുമല്ല. നീ ക്രിസ്തുവിലാ മരിക്കുന്നെങ്കിൽ നീ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. നീ ഇനി നിത്യതയോളം യു ആർ ദെയർ, നോ മോർ അല്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതാ പ്രിയരെ. അതുകൊണ്ട് ഇതെന്താ പറയുക, ഇത് ശരിക്കും ഒരു ഷുവർ ആയിട്ടുള്ള കാര്യം. ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. 8-ാം അധ്യായം റോമാലേഖനം 8:20 വന്നാല് നമ്മുടെ ഒരു
പദവി നോക്കി 8:20 സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. See, if you look into this universe, മനുഷ്യൻ പാപം ചെയ്തതിലൂടെ ആ സൃഷ്ടി ദ്രവത്വത്തിലേക്ക് പോയത്. ഇനി അവർക്ക് ഇതിൽ നിന്നുള്ള വിടുതൽ എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ തേജസ്കരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് സൃഷ്ടി പോലും നമ്മളെ നോക്കിയിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ തേജസ്കരണത്തിന് ശേഷം ആ സൃഷ്ടിക്ക് പോലും ഈ ദാസ്യത്തിൽ നിന്ന്, ഈ ദ്രവത്വത്തിൽ നിന്നുള്ളൊരു വിടുതൽ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സി 20-ാം വാക്യത്തിൽ വായിക്കുക, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സകലവും കർത്താവ് ഹല്ലേലൂയ നമ്മളോട് ബന്ധിപ്പിച്ചാക്കിയിരിക്കുന്നു. സകലതും കർത്താവ്. എന്റെ പ്രിയരെ, ഇത് ഷുവറാണ് കേട്ടോ, ഇത് ഉറപ്പാണ്. ഹല്ലേലൂയ. ഇബ്രാഹിം തുടങ്ങുന്നത് പണ്ട് ഭാഗമായും പക്ഷെ ഇന്ന് ദൈവപുത്രൻ മുഖാന്തരം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണം, നമ്മളെ അറിയിച്ചിരിക്കുന്ന സന്ദേശം, ഹല്ലേലൂയ, ഇത് ഷുവറാ. ഹല്ലേലൂയ. അതിന് ഒരു കാരണവശാലും നമ്മൾ ഡൗട്ട് അടിക്കരുത്. എപ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്. എനിക്കൊരു പ്രത്യാശയുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ദൈവദാസന്മാര് എന്തുകൊണ്ടാ പഴയ ദൈവ മക്കള് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ പോലുള്ളവരൊക്കെ ഈ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടിയത്? അവരിൽ അത് ഉണ്ടായിരുന്നേ. അവരെത്ര കഷ്ടത്തിലൂടെ പോയാലും അവർക്കൊരു ഉറപ്പുണ്ട് ഈ പ്രത്യാശയുണ്ടെന്ന്. അതുകൊണ്ട് അവർക്ക് അതേ എല്ലാം പറ്റുന്നുള്ളൂ. ഇന്ന് നമ്മുടെ ഫോക്കസ് ഈ ഭൂമിയിലേക്ക് ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്നതിനെ കുറിച്ചും ഈ ഇതാകത്തില്ല, നീ നശിച്ചു പോകും, നിന്റെ വായ്പ വാങ്ങാൻ ഇടവരത്തില്ല, അതാണ് ഇത്. ശരിക്കും നമ്മള് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫോക്കസ് ആയതുകൊണ്ടാണ്. പക്ഷെ അവരുടെയൊക്കെ ഫോക്കസ് വരാനിരിക്കുന്നത് ഇവിടെ എന്തു ആയിക്കോട്ടെ. ഹല്ലേലൂയ. ഇത് ഇത്രേ ഉള്ളൂ. ഇത് ഈ തീക്ക് വെച്ചിരിക്കുന്ന സാധനമാണ്. ഹല്ലേലൂയ. ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ദിസ് ഈസ് ദ പ്രൈം ടൈം. എന്നെ കേൾക്കുന്നവരെല്ലാവരും മിക്കവരും 30s കഴിഞ്ഞവരാ. ഇത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഇവിടെ ഈ സമയമാ ദൈവത്തിനായിട്ട് നാം പ്രയോജനപ്പെടുകയും നിത്യതയിൽ നമ്മുടെ ഘനം കൂട്ടേണ്ട സമയം ഇപ്പോഴാണ്. നമ്മളെ ഒരു 70 കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ കൃപ ലഭിച്ചതെങ്കിൽ നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മുടെ പ്രതിഫലത്തിന്റെ വലിപ്പം, പ്രതിഫലത്തിന്റെ ആ വോളിയം കൂട്ടാൻ നമുക്ക് തന്നിരിക്കുന്ന സമയമാണ്. ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടണം നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ ഇടകട പാവുമ്പത്തിന് നമ്മൾ അന്നേരം ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയതാ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ കുറിച്ച് അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിന്റെ വിളിയാലുള്ള ആശ ഇന്ന് നിന്ന് തിരിച്ചറിയണം. നിന്നെ ഞാൻ വിളിച്ചപ്പോൾ, ബൈജു എന്ന നിന്നെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് നിന്നെ കുറിച്ചൊരു ആശയുണ്ട്, എനിക്ക് നിന്നെ കുറിച്ചൊരു ഒരു പ്രതീക്ഷയുണ്ട്. നീ അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. അതാണ് ആ വാക്യം പറയുന്നത്. വിളിയാലുള്ള ആശ എന്നത് അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ടിരിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. അതുകൊണ്ട് അപ്പോസ്തലൻ, ദിസ് ഓൺലി വൺ തിങ് ഐ ഡു, ഞാൻ ഈ ഒരു കാര്യം മാത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് റോമാലേഖനം 5 അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോ, ഇപ്പോ an ideal beautiful ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് അപ്പോസ്തലൻ എത്ര നേരം പറഞ്ഞത് അല്ലെ? സമാധാനമുണ്ട്, ആ കൃപയിലേക്ക് കടന്നു വരാം, നമുക്കൊരു പ്രത്യാശയുണ്ട്, ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ 3ാമത്തെ വാക്യം നോക്കിക്കേ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധതയെയും നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ
ഈ 5-ാം വാക്യത്തിലേക്ക്, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നാം കടന്നു പോകുന്ന ഗ്രൗണ്ട് റിയാലിറ്റി കുറിച്ചാണ്. ദൈവത്തോട് സമാധാനമുണ്ട്, കൃപയ്ക്കകത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക, നമുക്കൊരു പ്രത്യാശയുണ്ട്. ബട്ട് സ്റ്റിൽ when you are in this world, കഷ്ടതയുണ്ട്. അപ്പോസ്തലൻ പറയുക, ഞാൻ കഷ്ടതയിൽ സന്തോഷിക്കുന്നു. അപ്പോസ്തലനെ മാനസികമായിട്ട് എന്തെങ്കിലും, അത് ശരിയാണ്, കഷ്ടതയിൽ സന്തോഷിക്കുന്നു. ഹൗ ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് മീൻ? കഷ്ടതയിൽ സന്തോഷിക്കുന്നു. അതൊരു മാനസികമായിട്ടുള്ള ഒരു രോഗമല്ലേ? അല്ലെ? മാനസികമായിട്ട് വേദനയിൽ സന്തോഷിക്കുന്നു. അപ്പോസ്തലൻ പറയുന്ന ഈ കഷ്ടത എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയരെ. ഈ കഷ്ടത എന്തെന്ന് മനസ്സിലാക്കുമ്പോഴേ ഉള്ളൂ ഈ കഷ്ടതയിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ടെന്ന് മനസ്സിലാവുന്നു. അല്പം നമുക്ക് ആ കാര്യം ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. കഷ്ടതയിൽ സന്തോഷിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന കഷ്ടത എന്നുള്ളത് ക്രിസ്ത്യൻ സഫറിങ് ആണ്. ക്രിസ്ത്യൻ സഫറിങ്. ഞാൻ ഈ കഷ്ടതയെ കുറിച്ച് പറയുമ്പോൾ 1, 2, 3 നിലകളിലുള്ള കഷ്ടത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമത് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ നിത്യതയ്ക്കായി കാത്തിരിക്കുന്നവരാണ്, സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയിലായിരിക്കുന്നവരാണ്, ദൈവത്തിന്റെ കരുതലിനകത്തുള്ളവരാണ്, ദൈവത്തിന്റെ നടത്തിപ്പിനകത്തുള്ളവരാണ്. ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി കാത്തതുപോലെ നമ്മളെയും കാത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കഷ്ടതകളുണ്ട്. ഇത് നമുക്കുണ്ട്, ഈ ലോകക്കാർക്കുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ മാറുമ്പോൾ നമുക്ക് ചുമയും പനിയൊക്കെ നമുക്കും ജലദോഷവും തലവേദനയും മൂക്കലിപ്പും നമുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. വി ആർ നോട്ട് ഇമ്മ്യൂൺ ടു ദിസ് ഓൾ. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവമക്കൾ, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദുഷ്ടന് എത്ര ദുഷ്ടത്തരം കാണിച്ചിട്ട് ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നത് നമ്മൾ കാണും. ആ ഒരു കഷ്ടതയോടെ ഉണ്ട്. അവന് എന്ത് കാണിച്ചിട്ടും ഒരു പ്രശ്നമില്ല. അവൻ വെക്കുന്നതെല്ലാം പൊന്നാകുകയാണ്. അവൻ എന്ത് കൊണ്ട് കൈവച്ചാലും അത് ഇരട്ടിക്കുക. അങ്ങനത്തെ അവസ്ഥയില്ലേ? അങ്ങനത്തെ അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ. എന്റെ പ്രിയ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗസൗഖ്യം കിട്ടി, ഒരു പ്രാവശ്യം രോഗസൗഖ്യം കിട്ടി എന്ന് പറഞ്ഞ് പിന്നെ ഒരിക്കലും നമുക്ക് രോഗം വരത്തില്ല എന്നൊക്കെ പറഞ്ഞാല് ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടനയെ കുറിച്ച് അവൻ അറിയത്തില്ല, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് അറിയത്തില്ല. രണ്ടും അറിയത്തില്ല. ഒരു പ്രാവശ്യം രോഗസൗഖ്യം കിട്ടുന്ന പിന്നെ ഒരിക്കലും രോഗം വരത്തില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ അതല്ല ശരി. അങ്ങനെയല്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോ ഹല്ലേലൂയ നമുക്ക് കഷ്ടതയുണ്ട്. നമ്മുടെ ഈ ആദാമുമായിട്ടൊന്ന് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, ആദാം പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഫലം തിന്നുന്ന നാളിൽ ആദാം കഴിച്ചു. ആദാം മരിച്ചോ? ആദാം മരിച്ചൊന്നുമില്ല. പക്ഷെ ഒരു മരണം നടന്നു. ഈ മരണത്തെക്കുറിച്ചാ എഫേസ്യ ലേഖനം 2 പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. നമ്മളെ കുറിച്ച് പറയുന്നു. ആദാമിനൊരു മരണം നടന്നു. എന്ത് മരണ? ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന മരണം. അത് വിച്ഛേദിച്ചു. അതുകൊണ്ടാ പിറ്റേന്ന് ദൈവം വന്നപ്പോ ആദാം ഓടി ഒളിച്ചു. എന്റെ പ്രിയരെ, ഈ ദൈവമക്കളായ നമ്മളോടുള്ള ബന്ധത്തിൽ കാൽവരി യാഗത്തിലൂടെ ദൈവം ആദ്യം ചെയ്തത് ഈ നഷ്ടപ്പെട്ടു പോയ ഈ ബന്ധത്തെ പുനഃസ്ഥാപിച്ചു. മനസ്സിലായ ഞാൻ പറഞ്ഞത്? ആദാമിന് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ കാൽവരി യാഗത്തിലൂടെ വിശ്വാസത്താൽ കൃപയാൽ നമുക്കത് തിരികെ ലഭിച്ചു. ആദാം പാപം ചെയ്തു, മരിച്ചു. ആദാം പിന്നെയും ജീവിച്ചു. പാപം ചെയ്തതിന് ശേഷം അവന്റെ ദേഹിയിൽ
കോപവും വൈരാഗ്യവും വിദ്വേഷവും സ്വയം നീതിയും അവന്റെ ആ ദേഹിയിൽ അനേക പാപങ്ങൾ കുമിഞ്ഞുകൂടി. ഹല്ലേലൂയ. ആദ്യം ബന്ധം നഷ്ടപ്പെടുത്തി. നമ്മളോടൊന്ന് ചേർത്ത് പറഞ്ഞാൽ, ആദ്യം കാൽവരി യാഗത്തിലൂടെ ദൈവം നമ്മളെ ആ ബന്ധത്തിലേക്ക് കൊണ്ടുപോകും. ജീവൻ വെപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ശരീരത്തെ ഒരു പ്രോസസ് പോലെ ആദാം പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവനായി തീർന്നപ്പോൾ അതിനുശേഷം അവന്റെ ശരീരത്തിൽ വന്നു കയറിയ, അവന്റെ ശരീരത്തിൽ ഉണ്ടായ സകല പാപങ്ങളും അതിനുശേഷം വന്നതാ. ഇതെല്ലാം നമുക്കുണ്ട്. നമ്മളെ ആ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം ഒരു പ്രോസസ്സിലൂടെ കടത്തി. അതിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് അത് രണ്ടാമത് നടക്കുന്ന കാര്യമാണ്. വിശുദ്ധീകരണം. അതാണ് രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർത്ത് ആ സഭയിലൂടെ, കുടുംബത്തിലൂടെ, സഹോദരങ്ങളിലൂടെ, കൂട്ടുസഹോദരങ്ങളിലൂടെ, വചനകേൾവിയിലൂടെ ദൈവം നമ്മളെ ഓരോ ദിവസവും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോസസ്സാണ്. രണ്ടാമത് വന്ന ആദാമിൽ വന്ന പ്രശ്നമാ ഇപ്പൊ നമ്മുടെ ഉള്ളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പറയുക, ആദാം കുറെ കഴിഞ്ഞപ്പോ ആദാം മരിച്ചു. നമുക്ക് നമ്മുടെ മരണത്തെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത വേറൊരു ദേശത്തേക്ക് നമ്മൾ കടക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കുന്നു. അതുവരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പനി വരുമ്പോഴേ ഉടനെ പിശാചിനെ കയറി പിടിച്ച്, അങ്ങനെയൊന്നും ചിന്തിക്കരുതേ. പിശാചിനെ, എന്റെ പ്രിയമായ, നമ്മളെ പിശാചിനെ പന്തിട്ട് തട്ടാൻ പോലെ ദൈവം പുത്രൻ തന്റെ സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുത്ത് നമ്മളെ ഇട്ട് കൊടുക്കുവോ പിശാച് തട്ടാൻ വേണ്ടിയിട്ട്? അങ്ങനെയൊന്നും അല്ല. കൃത്യമായ ദൈവത്തിന്റെ പ്രിയ മക്കളല്ലേ നമ്മളെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഈ ഭൂമിയിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടാത്ത ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വേദനയും ബുദ്ധിമുട്ടും പനിയൊക്കെ ഉണ്ടാവും. അതെല്ലാം പിശാചിന്റെ പണിയാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. പിന്നീട് രണ്ടാമത്, ഈ ലോകക്കാർക്കില്ലാത്ത എന്നാൽ ദൈവമക്കൾക്കുള്ള ഒരു കാര്യമുണ്ട്. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം. എബ്രായ ലേഖനം 12-ന്റെ 5 എനിക്ക് തോന്നുന്നു. വായിച്ചോളൂ. 12-ന്റെ 5, 6, 7. രണ്ടാമതൊരു ശിക്ഷയുണ്ട്, അതാണ് ബാലശിക്ഷ. ഇത് തിരുവത്താഴം എടുക്കുന്ന എല്ലാവർക്കും ഇല്ല, സ്നാനപ്പെട്ട എല്ലാവർക്കും ഇല്ല കേട്ടോ, ദശാംശം കൊടുക്കുന്ന എല്ലാവർക്കും ഇല്ല, കൈമൊക്കെ എല്ലാവർക്കും ഇല്ല, എല്ലാ ദിവസവും ചർച്ചിൽ പോകുന്ന, സഭയിൽ പോകുന്ന എല്ലാവർക്കും ഇല്ല. വീണ്ടും ജനിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. രക്ഷിക്കപ്പെട്ട് പ്രമാണം അനുസരിച്ച് ദൈവത്തിന്റെ വരവിനായി നിന്നെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഈ ബാലശിക്ഷ. മക്കൾക്കാ ഉള്ളത്. ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുണ്ടായ മക്കൾക്കില്ല. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക. അവർക്കില്ല. ദൈവമക്കൾക്കുണ്ട്. ദൈവം ശിക്ഷിച്ചു നടത്തും. നമ്മളെ ഈ വഴി തെറ്റി പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന വടിയാണ് ഈ ബാലശിക്ഷ. അത് എപ്പോഴാ ബ്രദറെ? നിങ്ങൾക്കറിയാം, എനിക്കറിയാം, അത് നമുക്കറിയാം. അതാർക്കും മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല ദൈവം. നമ്മളോട് തന്നെ ദൈവം സംസാരിക്കും. നമ്മളെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും ആരും ദൈവം നിന്നാപാത്രമൊന്നും ആക്കത്തില്ല. നിന്നാപാത്രമാക്കും. നമുക്കറിയാം ഇത് എനിക്ക് തന്നിരിക്കുന്ന ബാലശിക്ഷയാണോ. ദൈവമക്കളാണെങ്കിൽ അറിയാം. ഞാൻ ഈ ചെയ്തതിന് ദൈവം എന്നെ ശിക്ഷിച്ച് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തതാണ്. ഹല്ലേലൂയ. അത് നമുക്കേ ഉള്ളൂ, അത് ലോകക്കാർക്കില്ല. എല്ലാവർക്കും ഇല്ല. അത് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഇല്ല എന്ന് പറയുമ്പോ ഈ ദൈവസഭയിൽ ഇരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നല്ലേ. കാരണം ഈ വിത്തിന്റെ ഉപമ പറയുമ്പോ എല്ലാം ഒന്നും നല്ല വിത്തല്ല, മറ്റവനുണ്ട്.
കളയുണ്ട്. പക്ഷെ അത് മനസ്സിലാവും അവസാനം. ഇപ്പൊ അവിടെ നിന്നോട്ടെ, ഇപ്പൊ അവിടെ നിന്നോട്ടെ, കുറെ കഴിയുമ്പം യു വിൽ ബീഡ് ഔട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്റ്റുകാരാ അല്ലെങ്കിൽ വേറോട്ട സഭയിൽ പോകുന്നവരാ എന്ന് വെച്ച് ഒരു പ്രമാണവും ഇല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ബിസിനസ്സും ചെയ്ത് എല്ലാ തരികിടയും കാണിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ്, ഞാൻ ഒരു ചർച്ചയിൽ ഇങ്ങനെ മെസ്സേജ് കൊടുക്കാൻ നേരത്ത് ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ മീഖായുടെ പ്രവചനത്തില് കൂലി വാങ്ങിച്ച് പ്രവചിക്കുന്ന, കള്ളത്തരം കാണിക്കുന്ന, മീഖായുടെ പ്രവചനം 3-6 വാക്യാ നിൽക്കുന്നു. മീഖായുടെ പ്രവചനം 3:6. മീഖായുടെ 3:6 10? ആ 9. അത് യാക്കോബ് ഗൃഹത്തിന്റെ തലവന്മാരും അത് തന്നെ വായിച്ചോളൂ. അത് ശ്രദ്ധിച്ചു കേട്ടോണേ. കേട്ടോണേ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരുത്തുകയില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഒരു പറയുക, യഹോവ നമ്മുടെ ഇടയിൽ, നമുക്ക് ഒരർത്ഥം വരും. ഇവർക്ക് അനർത്ഥം വരുന്നുമില്ല. പക്ഷെ ഇവരെ കുറിച്ചൊന്നും അല്ല പറയുക. ഇവർക്കൊന്നും ഈ ബാലശിക്ഷ ഇല്ല, ഇവർക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ചില കഷ്ടതകൾ, ചില ശിക്ഷകൾ ലഭിക്കാതിരിക്കുമ്പോൾ, അല്ലെ, നമ്മൾ വഴിയെ പോകുന്ന ഏതെങ്കിലും മറ്റുള്ള മക്കളെ പിടിച്ച് തല്ലുവോ? നമ്മുടെ മക്കളെ അത് നമ്മൾ ശിക്ഷിക്കുന്നു. അതൊരു പ്രിവിലേജാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, നമുക്കുള്ളൊരു പ്രിവിലേജാ. ഹല്ലേലൂയ. ഇത് രണ്ടാമത്തെ സഫറിങ്. 1 കൊരിന്ത്യർ 11:32 വായിച്ചു. ഞാൻ വായിച്ചേക്കാം. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. ഹല്ലേലൂയ. ആണ് ദൈവമക്കൾക്കുള്ള മൂന്നാമതൊരു സഫറിങ് ഉണ്ട്. അപ്പൊ ദൈവമക്കൾ, ലോകക്കാർക്ക് ഒരു സഫറിങ്ങേ ഉള്ളൂ. ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ, ബാലശിക്ഷയില്ല. നമുക്ക് ലോകത്തിന്റെ കഷ്ടതകളുണ്ട്, ബാലശിക്ഷയുണ്ട്. മൂന്നാമതൊന്നുണ്ട് ക്രിസ്ത്യൻ സഫറിങ്. ദൈവപ്രമാണം അനുസരിച്ച് നീ ജീവിക്കാൻ തീരുമാനിച്ചോ, സഫറിങ്. ക്രിസ്ത്യൻ സഫറിങ്. കാരണം എന്നാന്നറിയാവോ? കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുക, 2 വാതിലുണ്ട്, ഈ വാതിൽ ഇടുങ്ങിയതാ, മറ്റത് ഫൈനലി ഓപ്പൺഡാ. അത് സുഖ. ഇത് ഇടുങ്ങിയതായതുകൊണ്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. നേരെ തന്നെ നടക്കണം. ഇങ്ങനെ എനിക്ക് നടക്കാൻ പറ്റില്ല. ഇടുങ്ങിയ വാതിലായതുകൊണ്ട് അതിനകത്തൊരു കഷ്ടതയുണ്ട്. ക്രിസ്ത്യൻ സഫറിങ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു കുടുംബത്തിൽ നിന്ന്, ഇപ്പൊ എന്റെ കാര്യം തന്നെ പറഞ്ഞാല്, ഞങ്ങളിപ്പോ ഈ ഒരു ക്രിസ്ത്യൻ സഫറിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാനൊക്കെ ഇന്ന് വന്നപ്പോ ഞാൻ ലിനിനോട് ഇങ്ങനെ പറയാം, നാട്ടിൽ എന്റെ കുടുംബമായിരിക്കുന്നു, വളരെ കഷ്ടതയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്റെ ഭവനത്തിൽ നിന്ന് അനേക പ്രതിസന്ധികള്, അനേക നിന്ദകള്, പരിഹാസങ്ങള്, കുറ്റം പറച്ചില്, കുത്തലുകള്. ബെറ്റർ യു ലീവ് ദ ഹൗസ്. അതാണ് ഇപ്പൊ അവരുടെ സ്റ്റാൻഡ്. നിങ്ങൾ പൊക്കോൾ ഇടുന്നു, നിൽക്കണ്ട ഇവിടെ. ഇതൊന്നും വരത്തില്ല നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് എടുത്തില്ലെങ്കിൽ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇന്ന് എന്നെ വിളിച്ചിട്ട് എന്റെ വൈഫ് പറഞ്ഞ, അവരോട് ഇവിടെ നിങ്ങൾ പൊക്കോളാന്നാ പറഞ്ഞ, ഇവിടെ നിൽക്കണ്ട, പൊക്കോ. അത് ക്രിസ്ത്യൻ സഫറിങ്. നമ്മൾ ഈ ഒരു തീരുമാനം അപ്പോൾ ഞങ്ങളും ദൈവത്തെ, കർത്താവിനെ തന്നെയാ വിളിക്കുന്നത്, അതൊന്നും അവർക്ക് അറിയണ്ട. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ഒരു സഫറിങ് ഉണ്ട്. കാരണം അനേക കഷ്ടതകളിലൂടെ കടന്ന് ബാക്കിയില്ലേ, അപ്പസ്തല പ്രവർത്തികളില് നാം അനേകം കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നു. അങ്ങോട്ടേക്കുള്ള വഴി ഇതാ എന്റെ പ്രിയരെ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോ അത് ആ കഷ്ടതയിലൂടെ കടന്നേ പറ്റൂ. നമ്മൾ ഇട്ടേച്ചു പോകരുതേ. ഇതെല്ലാം നമ്മള് പിശാചി ചെയ്യുന്ന പറയരുതേ. ഇത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന, ഇത് നമ്മുടെ നിത്യതയിൽ ഖനം കൂട്ടുന്ന
കാര്യമാണ്. ഹല്ലേലൂയ. അതിനെ നമ്മളെ അനുവദിച്ചു കൊടുക്ക, ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. അത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര എതിരുണ്ടാവും. കർത്താവിന്റെ നിമിത്തം അല്ലെങ്കിൽ വചനപ്രകാരം നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഒരുപാട്, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഒരു സ്ഥാപനത്തില് ഒരു ദൈവമകൻ ഉണ്ടെങ്കിൽ, ഗവൺമെന്റ് സ്ഥാപനത്തിൽ നമ്മുടെ നാട്ടിലെ കുറിച്ച് പറഞ്ഞത് അതിന്റെ തൂണിനും തുരുമ്പിനും കൈക്കൂലി കൊടുക്കുന്നത്. നമ്മുടെ മുകളിലുള്ള ആളും താഴെയുള്ള ആളും കൈക്കൂലി വാങ്ങിക്കും. നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിൽ നമ്മളെ അട്ടപ്പാടിയിലും അല്ലെങ്കിൽ അങ്ങ് ദൂരെയുള്ളവരൊക്കെ ആയിരിക്കും. നമ്മൾ അങ്ങനെ ആ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുമ്പോൾ അത് ക്രിസ്തുവിനുള്ള ക്രിസ്ത്യൻ സഫറിങ്, അത് ക്രിസ്ത്യൻ സഫറിങ് ആണ്. ഹല്ലേലൂയ. നമുക്ക് പ്രമാണമില്ലാത്തതിനെ നമ്മൾ ചെയ്യരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവ് അപ്പസ്തോല പ്രവർത്തികൾ നമ്മൾ വായിക്കുന്നത്, നമ്മൾ അനേകം കഷ്ടങ്ങളിലൂടെ കടന്ന് സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാവുന്ന പ്രിയരെ. ഹല്ലേലൂയ. ഇതാ നമുക്ക് വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ആ ഒരു പ്രോസസ്. ഇതാ ഈ പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോയേ മതിയാവും. വേറൊന്നില്ല എൻ്റെ പ്രിയരെ. നമ്മള് പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും പുതിയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു സഹായം കടന്ന് അവർ പോയിരിക്കുന്നു. അല്ലാതെ ആരാ ഉള്ളത്? എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതിനെ നമ്മൾ ചിന്തിച്ചോണം, കർത്താവെ ഞാൻ ആ ഗ്രൂപ്പിലല്ലേ, ദൈവം എന്നെ പ്രിയ മക്കളായിട്ടല്ല എണ്ണിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, ഞാന് കോളേജിലായിരിക്കുമ്പോ, ഒമാനിലായിരിക്കുമ്പോ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ കുറെ പേരിങ്ങി പോകും. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് നോക്കുമ്പോ എൻ്റെ കൂടെ പോകുന്ന പലരുടെയും വീഴ്ച ഒരു ഭയങ്കര വീഴ്ചയായി. പിന്നെ അവർക്ക് പുണ്യം സാധിച്ചിട്ടില്ല. എനിക്കൊരു വീഴ്ചയാണ്. പക്ഷെ ദൈവം അവിടെ നമ്മുടെ ദുഷ്ടൻ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് വീണാലും നമ്മളെ ദൈവം താങ്ങും. റിസോഴ്സ്, ദൈവത്തിന്റെ കൃപ നമ്മളെപ്പോഴും മൂടിയിരിക്കുക. അതൊരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ദൈവം നമ്മുടെ അടുത്തില്ല, ദൈവത്തിന്റെ കൃപയില്ല. ഇതെന്നാ അറിയോ, നമ്മൾ ദിനംതോറും ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യാത്തത്. ദൈവത്തിന്റെ കൃപയിലാ നമ്മൾ നിൽക്കുന്നത് പ്രിയരെ. ഹല്ലേലൂയ. ആദ്യകാലങ്ങളിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം, നമുക്കത് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് മനസ്സിലാവും. പക്ഷെ പിന്നീട് നമ്മൾ ആ കൃപ അനുഭവിച്ചങ്ങ് പോയപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കൃപയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അതങ്ങോട്ട് എക്സ്പ്രസീവ് ആയിട്ട് നമുക്കങ്ങ് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. റോമാലേഖനം 5:3 വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇപ്പോ കഷ്ടത്തിൽ സന്തോഷിക്കാൻ വരുന്നുണ്ടോ? എന്തുകൊണ്ടാ അപ്പസ്തോലൻ പറഞ്ഞത് ഞാൻ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്? ഈ കഷ്ടത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഈ കഷ്ടത എന്നെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാ. ഈ കഷ്ടത ദൈവം എനിക്ക് വരുന്ന ബാലശിക്ഷയാ. ഈ കഷ്ടത എന്റെ ക്രിസ്തീയ കഷ്ടതയാ. ഇതെനിക്ക് നിത്യതയിൽ കനം കൊട്ടുന്ന കഷ്ടതയാ. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്. അല്ലാതെ മാനതീരമുള്ളതുകൊണ്ടല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാ പഴയ വിശുദ്ധന്മാർ എനിക്ക് ഈ സാധു കൊച്ചു ഈ തങ്ക കഷ്ടതകൾ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നിലയില് നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.